Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗാഗുൽത്താമലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദൈവാലയങ്ങളിൽ പാപപരിഹാര പ്രദക്ഷിണമായി കുരിശിന്റെ വഴി. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കലക്ടർമാർ പയ്യന്നൂരിലെത്തി. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, സ്ട്രോങ് റൂം എന്നിവയ്ക്കായി സജ്ജീകരിച്ച സ്ഥലം എന്നിവ പരിശോധിച്ചു. മാടായിപ്പാറ അമ്പലക്കണ്ടത്തിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ. യന്ത്രമുപയോഗിച്ച് അമ്പലക്കണ്ടത്തിലെ പാറ തുരന്ന് കുഴൽക്കിണർ കുഴിച്ചു. നിർമ്മാണം അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. NDA തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃക്കരിപ്പൂർ മാരാർജി മന്ദിരത്തിൽ നടന്നു. BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഗാഗുൽത്താമലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഠാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദൈവാലയങ്ങളിൽ പാപപരിഹാര പ്രദക്ഷിണമായ കുരിശിന്റെ വഴി നടന്നു. ശനിയാഴ്ച പാതിരാ കുർബാനയോടെ വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് ശേഷം ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കും. ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി കുരിശുമെടുത്ത വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തു. കയ്പുനീർ കുടിച്ചും ഉപവാസമനുഷ്ഠിച്ചും നൂറുകണക്കിന് വിശ്വാസികൾ പള്ളികളിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. പീഡാസഹന ചരിത്ര ഓർമ്മയിൽ കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ നഗരി കാണിക്കലും കുരിശാരാധനയും കുരിശു ചുംബനവും പരിശുദ്ധ കുർബാന സ്വീകരണവും പള്ളികളിൽ നടന്നു. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് ഇടവക പള്ളിയിൽ രാവിലെ കുരിശിൻ്റെ വഴി നടന്നു. നടക്കാവ് സെൻറ് മേരീസ് കപ്പേള പരിസരത്ത് നിന്ന് ആരംഭിച്ച കുരിശിൻ്റെ വഴി പാപപീഡകൾ സഹിച്ച് 14 സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തൃക്കരിപ്പൂരിൽ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തൃക്കരിപ്പൂർ ടൗണിൽ നഗരി കാണിക്കലും നടന്നു. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച പാതിരാ കുർബാനയോടെ പരിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് ശേഷം ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കും. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെ സ്മരണയിൽ ഓർമ്മ പുതുക്കിക്കൊണ്ട് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. പയ്യന്നൂർ സെന്റ് തോമസ് തീർത്ഥാടന ദൈവാലയത്തിൽ വികാരി ഫാദർ ജിതിൻ വയലുങ്കലിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു.
പയ്യന്നൂർ സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ വികാരി ഫാദർ ജിതിൻ വയലുങ്കലിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച കോത്തായ്മുക്ക് വരെയും തുടർന്ന് പള്ളിയിലേക്കും കുരിശിന്റെ വഴി നടത്തി. ഫാദർ ബിനോയ് SBD, മൈക്കിൾ വെട്ടുമാനിക്കൽ എന്നിവരും ഇടവക ജനങ്ങളോടൊപ്പം കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. ഫാദർ മാത്യു നിരപ്പേൽ വചന സന്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കലക്ടർമാർ പയ്യന്നൂരിലെത്തി. തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുകയും വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുകയും ചെയ്യാൻ സ്ഥലം കണ്ടെത്തിയ പയ്യന്നൂർ ബോയ്സ് സ്കൂളിലാണ് കലക്ടർമാർ സന്ദർശിച്ചത്. കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ, കാസർഗോഡ് ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ എന്നിവരാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താൻ പയ്യന്നൂരിൽ എത്തിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെടുന്ന പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനും വോട്ടെടുപ്പ് കഴിയുന്ന ദിവസം വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ട്രോങ് റൂമും ഒരുക്കിയത് പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ജില്ലാ വരണാധികാരികൾ കൂടിയായ കലക്ടർമാർ പയ്യന്നൂരിലെത്തിയത്. സ്കൂളിന്റെ തെക്കുഭാഗത്തുള്ള കെട്ടിടത്തിലാണ് സ്ട്രോങ് റൂം പ്രവർത്തനം പുരോഗമിക്കുന്നത്. താഴെ 2ഉം മുകളിലെ നിലയിൽ 2 മുറികളാണ് ഇതിനായി കണ്ടെത്തിയത്. എന്നാൽ മുകളിലെ നിലയിലെ സ്ട്രോങ് റൂം ഒരുക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. മുകൾ ഭാഗം ഒഴിവാക്കി താഴെ തന്നെയുള്ള സ്റ്റാഫ് റൂം കൂടി സ്ട്രോങ് റൂമിലേക്ക് ഉൾപ്പെടുത്താനും ബന്ധപ്പെട്ടവർക്ക് കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി കലക്ടർ ഫിറോസ് C. ജോൺ, തളിപ്പറമ്പ് താലൂക്ക് തഹസിൽദാർ കലാഭാസ്കർ, വിവിധ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളത് 180 ബൂത്തുകളാണ്. കരിവള്ളൂർ പാട്ടിയമ്മ AUP സ്കൂളിലാണ് 1-ാം നമ്പർ ബൂത്ത്. തിരുമേനി SNDP AUP സ്കൂളിലാണ് 180-ാം നമ്പർ ബൂത്ത് ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിപ്പാറ അമ്പലക്കണ്ടത്തിൽ വീണ്ടും നിർമ്മാണം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ. യന്ത്രമുപയോഗിച്ച് അമ്പലക്കണ്ടത്തിലെ പാറ തുരന്ന് കുഴൽക്കിണർ കുഴിച്ചു. ഇത് കണ്ട് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ജൈവവൈവിധ്യങ്ങളുടെ കലവറയും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയുമായ മാടായിപ്പാറയുടെ ഐശ്വര്യമായ അമ്പലക്കണ്ടത്തിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനം. മാടായിപ്പാറയിലെ പാറക്കുളത്തിന് സമീപത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലക്കണ്ടത്തിലാണ് നീണ്ട ഇടവേളയ്ക്കു ശേഷം നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. കൂറ്റൻ യന്ത്രം ഉപയോഗിച്ച് അമ്പലക്കണ്ടത്തിലെ പാറ തുരന്ന് കുഴൽക്കിണർ കുഴിച്ചു. ഇത് കണ്ട് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. 2 വർഷം മുൻപ് അമ്പലക്കണ്ടത്തിൽ സമാനമായ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിർത്തിവെക്കുകയായിരുന്നു. സിൽവർ ലൈൻ പാത ഇതിന് സമീപത്തുകൂടിയാണ് കടന്നുപോകുന്നത്. ഇതിനായി കേരളത്തിലാദ്യമായി സർവേക്കല്ല് സ്ഥാപിച്ചതും സർവേക്കല്ല് പിഴുതെറിഞ്ഞതും അമ്പലക്കണ്ടത്തിന് സമീപമാണ്. മാടായിക്കാവിലേക്ക് പോകുന്ന ഭക്തരെ അതിശയിപ്പിക്കുന്നതാണ് അമ്പലക്കണ്ടം. മാടായിപ്പാറയിൽ ചെങ്കൽപ്പരപ്പാണെങ്കിലും അമ്പലക്കണ്ടത്തിൽ 2.5 ഏക്കർ സ്ഥലം 100 മേനി വിളയുന്ന വയലാണ്. ഒരു കാലത്ത് മാടായിക്കാവിലേക്ക് നിവേദ്യ ആവശ്യത്തിനായി ഇവിടെ നെൽകൃഷി നടത്തിയിരുന്നു. ഇത് സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയാണെങ്കിലും ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KP ചന്ദ്രാംഗതൻ പറഞ്ഞു. ചുരുക്കത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണിത്. ഇപ്പോഴും RDOന്റെ ശാശ്വത ഉത്തരവുണ്ട്. ഇത് തരം മാറ്റാൻ പാടില്ല എന്നും ഇത് നിലമാണെന്നും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നും കൃഷി വകുപ്പിന് അതിൻ്റെ ഫയലുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് പഞ്ചായത്തും ഈ സ്വകാര്യ വസ്തുവിൻ്റെ ഉടമസ്ഥന്മാരും ചെയ്യുന്നത്. അത് തനി അഴിമതിയാണ്. പ്രവൃത്തി നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
NDA തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃക്കരിപ്പൂർ മാരാർജി മന്ദിരത്തിൽ നടന്നു. BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മാരാർജി മന്ദിരത്തിൽ നടന്ന NDA തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കെതിരെ കോൺഗ്രസ് ഇരട്ടത്താപ്പാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് രഞ്ജിത്ത് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകൾ ഇവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഭീകരവാദികൾക്ക് തോന്നുന്ന പടി ചെയ്യാൻ പറ്റുന്ന, എന്ത് തോന്നിയാസം കാണിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു 2014 മുമ്പ് വരെ നമ്മുടെ ഭാരതം. ടി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. M ഭാസ്കരൻ, BDJS ജില്ലാ ട്രഷറർ കെ കുഞ്ഞികൃഷ്ണൻ, RLJP ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ വാഴുന്നോറടി, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് CV സുരേഷ്, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, KTV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉപയോഗശൂന്യമായി മഴവെള്ള സംഭരണി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായി മാറിയത്. MV രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്ന കാലത്ത് സഹകരണ ശതാബ്ദി വർഷത്തിന്റെ സ്മാരകമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. ബാങ്കിന്റെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗമാണ് അവർ ഇതിനായി ചെലവഴിച്ചത്. മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ സ്ഥലത്ത് 1.25 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. 1 കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാവുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സംഭരണി എന്ന നിലയിൽ വാർത്താമാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് സമീപത്ത് തന്നെ 2 കിണറുകൾ നിർമ്മിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുക്കി. എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിൽ താഴുകയും ചെയ്തു. ഈ ഭാഗത്ത് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഇത് പിളരാൻ കാരണമായിരുന്നതെന്നാണ് കണ്ടെത്തൽ. തുടർ നടപടി എന്ന നിലയിൽ 12 ലക്ഷം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിയുകയായിരുന്നു. എന്നാൽ കുറേ കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വൈകാതെ ചോർച്ച തുടങ്ങി. വൻതോതിൽ ജലം സംഭരിക്കുമ്പോൾ ഷീറ്റിനടിയിലുണ്ടാകുന്ന മർദ്ദം മൂലമാണ് ഷീറ്റ് കീറുന്നതെന്നാണ് അഭിപ്രായം ഉയർന്നത്. നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പല സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജലസംഭരണി നവീകരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതോടെ ഒരു നാടിന് മുഴുവൻ ഗുണകരമാകുമായിരുന്ന വൻ പദ്ധതി അകാലചരമമടയുകയായിരുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കില്ലെന്നുറപ്പായ സംഭരണി നികത്തി മെഡിക്കൽ കോളേജിൻ്റെ വികസനാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മുതിർന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 1950 മുതൽ 2024 വരെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ ഈ രാജ്യം നിലനിൽക്കണമോ മരിക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു അവസാന തെരഞ്ഞെടുപ്പാണ് 2024. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ മുരളി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവർത്തകരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അത്തായി പത്മിനി, EP ശ്യാമള എന്നിവർ ആദരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് PV പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി K ദേവി, മണ്ഡലം പ്രസിഡന്റ് U ബാബു, P തങ്കമണി, BM ലീല, KV സുഭാഷിണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. 37 അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങ് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് KV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ME ചന്ദ്രാംഗതൻ ഉപഹാര സമർപ്പണം നടത്തി. P ശ്രീകല, M സുനിൽകുമാർ, KM ഈശ്വരൻ, VS ബിജുരാജ്, NK ജയദീപ്, PV ഉണ്ണികൃഷ്ണൻ, KM സജിത, KV സത്യൻ, P ദിലീപ് കുമാർ,
വി പ്രഭാകരൻ, KV രാമചന്ദ്രൻ, ഉപജില്ലാ സെക്രട്ടറി P രാഗേഷ്, TV മധുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗിച്ച ശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിയുന്നത്. ഉപയോഗശേഷമുള്ള മാസ്കുകൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മെഡിക്കൽ കോളേജിന്റെ പല ഭാഗത്തും മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മദ്യക്കുപ്പികളും മിനറൽ വാട്ടർ കുപ്പികളും ഐസ്ക്രീം പാക്കറ്റുകൾ അടക്കം ഇവിടെ പലയിടത്തും കാണാൻ സാധിക്കും. ഭക്ഷണം പാഴ്സൽ വാങ്ങി കഴിച്ച ശേഷം അവ വേസ്റ്റ് ബിന്നിൽ ഇടാതെ വലിച്ചെറിയുന്നതും പതിവാണ്. ഇതിനാൽ തെരുവുനായ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ആശുപത്രി പരിസരം അനുദിനം മാലിന്യങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം സെന്റ് മൈക്കിൾസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയെ ആചരിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ദുഃഖവെള്ളി ദിനത്തിൽ കുഞ്ഞിമംഗലം സെന്റ് മൈക്കിൾസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയെ നടന്നു. തിരുഹൃദയ യൂണിറ്റിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയെ യാത്രയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുകർമ്മങ്ങൾക്ക് ഫാദർ തോമസ് മണ്ണക്കുഴിയിൽ നേതൃത്വം നൽകി. തുടർന്ന് ദൈവവചന പ്രഘോഷണ കർമ്മം, കുരിശ് ആരാധന, ദിവ്യകാരുണ്യ സ്വീകരണം തുടങ്ങിയവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി R പ്രദീപിന് KCEU ചെറുതാഴം ബാങ്ക് യൂണിറ്റിന്റെയും ചെറുതാഴം ബാങ്ക് എംപ്ലോയീസ് കൾച്ചറൽ ഫോറം ചെമ്പകത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി R പ്രദീപിന് KCEU ചെറുതാഴം ബാങ്ക് യൂണിറ്റിന്റെയും ചെറുതാഴം ബാങ്ക് എംപ്ലോയീസ് കൾച്ചറൽ ഫോറം ചെമ്പകത്തിന്റെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. M വിജിൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളൊക്കെ ആ സാംസ്കാരിക സംഘടനയുടെ കൂടി ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. KCEU നമുക്കറിയാം, ഈ രംഗത്ത് ഒരുപക്ഷെ സഹകരണ മേഖലയെ കണ്ണിനെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഈ മേഖലയെ ഏതെല്ലാം തരത്തിൽ തകർക്കാനുള്ള വലിയ നീക്കങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പല തരത്തിൽ തകർക്കാൻ അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്ന കാഴ്ച. MV രാജീവൻ അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, PV ശാരദ, M അനിൽകുമാർ, EP അനിൽ ബാബു, KM പ്രഭാകരൻ, MV സന്തോഷ്, TV സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പേക്കടം ശ്രീ വൈക്കത്ത് തറവാട് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 2, 3 തീയതികളിൽ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന പേക്കടം ശ്രീ വൈക്കത്ത് തറവാട് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 2, 3 തീയതികളിൽ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തറവാട് ധർമ്മദൈവമായ വരീക്കര ഭഗവതി, ആയിറ്റി ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, കുടിവീരൻ ദൈവം, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ ദൈവം എന്നീ തെയ്യക്കോലങ്ങൾ 2 ദിവസങ്ങളിലായി കെട്ടിയാടപ്പെടും. ഏപ്രിൽ 2 രാത്രി 8 മണി മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റം പുറപ്പാട്, 3 പുലർച്ചെ 5 മണിക്ക് കുടിവീരൻ തെയ്യത്തിന്റെ പുറപ്പാട്, 9 മണി മുതൽ മറ്റ് തെയ്യങ്ങളും അരങ്ങിലെത്തും. 2 ദിവസങ്ങളിലായി 4500ഓളം പേർക്ക് ദേവീപ്രസാദമായ അന്നദാനവും ഉണ്ടാകുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് വധൂപ്പൻ ഭാസ്കരൻ, സെക്രട്ടറി V സുധാകരൻ, വത്സരാജ് V കൃഷ്ണൻ ഉദിനൂർ, രാജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
രാമന്തളി കുന്നത്തെരു പുതിയവൻ തറവാട് കളിയാട്ടം 30-31 ശനി ഞായർ തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാഗുൽത്താമലയിൽ കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ പീഡാസഹനം അനുസ്മരിച്ച് ക്രൈസ്തവ ദൈവാലയങ്ങളിൽ പാപപരിഹാര പ്രദക്ഷിണമായി കുരിശിന്റെ വഴി. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കലക്ടർമാർ പയ്യന്നൂരിലെത്തി. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം, സ്ട്രോങ് റൂം എന്നിവയ്ക്കായി സജ്ജീകരിച്ച സ്ഥലം എന്നിവ പരിശോധിച്ചു. മാടായിപ്പാറ അമ്പലക്കണ്ടത്തിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ. യന്ത്രമുപയോഗിച്ച് അമ്പലക്കണ്ടത്തിലെ പാറ തുരന്ന് കുഴൽക്കിണർ കുഴിച്ചു. നിർമ്മാണം അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. NDA തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃക്കരിപ്പൂർ മാരാർജി മന്ദിരത്തിൽ നടന്നു. BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.